കണ്ണും മൂക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വടേക്കാട് അജയൻ ചേട്ടനും പറയാം. കണ്ണുകൊണ്ട് കാണാൻ പറ്റും, ആ, മൂക്കൊണ്ട് കാണാൻ പറ്റും, മണക്കാൻ പറ്റും. മണക്കാൻ പറ്റും. അല്ലെങ്കിൽ അതുപോലെ കണ്ണിന് മൂക്ക് കാണാം, മൂക്കിന് കണ്ണ് കാണാൻ പറ്റിയല്ല. കണ്ണിന് മൂക്ക് കാണാം, കറക്റ്റ് അല്ലേ? മൂക്കിന് കണ്ണ് കാണാൻ പറ്റില്ല. ആ. നല്ല ഉത്തരവാണ്, അടിപൊളിയാണ്. ആ അതല്ലേ ഉദ്ദേശിച്ച ഉത്തരം? ശരിയാണ്. അതായത് അല്ല, അതല്ല ഉത്തരം. ഉത്തരമല്ല. അതായത് ഇത് ശാസ്ത്രീയമായിട്ട് കണ്ണിന് മൂക്ക് കാണാം. പറ്റും. നമ്മുടെ മൂക്ക് 24 മണിക്കൂർ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ബ്രെയിൻ അത് ഇഗ്നോർ ചെയ്യുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ നോക്കൊന്നും വേണ്ട മൂക്ക് കാണാൻ. അല്ലെങ്കിൽ നിങ്ങളിത് ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ മുന്നിലേക്ക് നോക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കി മൂക്ക് അവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ മൂക്ക് ഇഗ്നോർ ചെയ്യുന്നതാണ്. നമ്മുടെ ഈ പരിണാമത്തിൽ നമ്മുടെ മുഖം പരന്നതായതുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാം. മുന്നിലേക്ക് മുഖം കഴിഞ്ഞ് മുന്നിലേക്ക് സ്പേസ് ഉള്ള എല്ലാ ജീവികൾക്കും സൈഡിലാണ് കാണുന്നത്. നിങ്ങൾ പട്ടിയെ കണ്ടോളൂ, സൈഡിലാണ് കാണുന്നത്. പക്ഷെ മൂങ്ങയ്ക്ക് നേരെയാ കണ്ടിരിക്കുന്നത്. കാരണം മൂങ്ങയ്ക്ക് മൂക്കിന്റെ പ്രശ്നമില്ല. ബാക്കി എല്ലാ പക്ഷിക്കും ഇവിടെയാ കണ്ടിരിക്കുന്നത്. ഇങ്ങനെ കാണുള്ളൂ. സൈഡിൽ വെച്ച് കൊടുക്കും. മുഖം നേരെയുള്ള ജീവികൾക്ക് നേരെ കണ്ണും, ബാക്കി മുഖം കഴിഞ്ഞ് മുന്നിലോട്ട് മൂക്കുള്ള എല്ലാ ജീവികൾക്കും സൈഡിൽ കണ്ണുമായിട്ടാണ് ഫിറ്റിംഗ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് കാണാം. വേണമെങ്കിൽ ഇത്തരത്തിൽ നിന്റെ ഉത്തരം എന്താണെന്ന് എനിക്കറിയാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഒരു കണ്ണാടി ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റാത്ത നമ്മുടെ ഒരേ ഒരു അവയവം ചെവിയാണ്. നമുക്ക് നമ്മുടെ ചെവി കാണാൻ പറ്റില്ല. ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ബാക്കി എല്ലാ അവയവവും നമുക്ക് ശ്രമിച്ചാൽ കാണാം. Download ShareChat.